യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 25-ാം വാക്യത്തിലോട്ട് വരാം. അവണ്ണം രാഹാബ് എന്ന വേശ്യയും ദൂതന്മാരെ കൈകൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തതിൽ പ്രവൃത്തികളാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്. ഇവിടെ പറയുകയാണ്, സ്തോത്രം, ഒരു രാഹാബിനെ കുറിച്ച് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് എന്നോട് വളരെ ആഴമായിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചു. ഇന്ന് പുലർച്ചെ 3 മണിക്ക് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് ദൈവാത്മാവ് എന്നോട് രാഹാബിനെ കുറിച്ച് പറഞ്ഞു. ഉടനെ ഞാൻ എഴുന്നേറ്റ്, സ്തോത്രം, ഞാൻ നോട്ട്സ് എഴുതി വെച്ചു. എഴുന്നേറ്റ് അത് മെസ്സേജ് റെഡിയാക്കാൻ ഇവിടെ പറയുകയാണ്. യോശുവ 2-ാം അധ്യായം 1-ാം വാക്യത്തിലോട്ട് വരുമ്പോൾ കേൾക്കാം. അനന്തരം നൂന്റെ മകനായ ജോഷുവ രഹസ്യമായി ഒറ്റുനോക്കേണ്ടതിന് ശിത്തീമിൽ നിന്ന് 2 പേരെ അയച്ചു. നിങ്ങൾ പോയി ദേശവും യെരിഹോ പട്ടണവും നോക്കി വരുവിനെന്ന് പറഞ്ഞു. അവർ പുറപ്പെട്ടു രാഹാബ് എന്ന് പറയുന്ന വേശ്യയുടെ വീട്ടിൽ ചെന്ന് അവിടെ പാർത്തു. ഇവിടെ പറയുകയാണ്, സ്തോത്രം, ആ പട്ടണത്തിന്റെ അകത്ത് ഒരുപാട് പേരുണ്ടായിരുന്നെങ്കിലും വിളിക്കപ്പെട്ട ഒരു വ്യക്തിയെ മാത്രമേ അവിടെ കാണുന്നുള്ളൂ. നമ്മുടെ ദേശത്ത് ഒരുപാട് പേരുണ്ടെങ്കിലും അതിന്റെ മധ്യത്തിൽ നമ്മെ വിളിച്ച ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ആമേൻ. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്, അനേക വിഗ്രഹാരാധികൾ നിറഞ്ഞ ദേശം, അനേക പൈശാചിക മണ്ഡലങ്ങൾ നിറഞ്ഞ പാപം നിറഞ്ഞ ദേശത്തിൽ ഒരു രാഹാബിന്റെ മുകളിൽ ദൈവകൃപ വെളിപ്പെട്ടു. ഇവിടെ പറയുന്നു, ആ ദേശത്ത് അനേകരുണ്ടെങ്കിലും രാഹാബിന്റെ അടുക്കലാണ് ദൈവം അവരെ അയച്ചത്. അന്ന് രാത്രി യെരിഹോ രാജാവിന്റെ ജോഷുവ 2-ാം അധ്യായം 3-ാം വാക്യത്തിലോട്ട് വരുമ്പോൾ കാണുന്നു, അന്ന് രാത്രി, സ്തോത്രം, യെരിഹോ രാജാവ് രാഹാബിന്റെ അടുക്കൽ ആളയച്ചു. നിന്റെ അടുക്കൽ വീട്ടിൽ കയറിയിരിക്കുന്ന മനുഷ്യരെ പുറത്തിറക്കി തരിക, അവർ ദേശമൊക്കെയും ഒറ്റുനോക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. വളരെ വലിയ റിസ്ക് ഉള്ള ഒരു മേഖലയിൽ കൂടെ രാഹാബ് കടന്നു പോവുകയാണ്. പലപ്പോഴും ക്രിസ്ത്യ ജീവിതത്തിൽ റിസ്ക് എടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. ദൈവത്തെ സേവിക്കുവാൻ നീ റിസ്ക് എടുക്കുന്നതൊന്നും വെറുതെ അല്ല, അത് പിന്നത്തേതിൽ നന്മയായി തീരുമെന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുക. രാഹാബിന്റെ ജീവിതത്തിൽ വലിയ, സ്തോത്രം, അപകടത്തിന്റെ മേഖല എന്ന് വെച്ചാൽ രാജാവ് പറയുകയാണ്, ഒറ്റുകാർ നിന്റെ വീട്ടിലുണ്ട്, വിട്ടുകൊടുക്കണമെന്നുള്ളത്. രാജാവ് ചെന്നിട്ട് പറയുകയാണ്, അവരെ പുറത്തിറക്കി തരണമെന്നുള്ളത്, അവരെ കാണിച്ചു കൊടുക്കണമെന്നുള്ളത്. പക്ഷേ രാഹാബ് എന്നാ ചെയ്യുന്നറിയുമോ? റിസ്ക് എടുത്തുകൊണ്ട് പറഞ്ഞു, സ്തോത്രം, അവരിവിടെ ഇല്ല, അവര് പോയെന്ന്. എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി രാഹാബ് മധ്യസ്ഥത അണച്ചു. ദൈവാത്മാവ് ചിലരോട് ദൂത് പറയുക, ചില സുവിശേഷകന്മാർക്ക് വേണ്ടി, ചില ദൈവജനത്തിനു വേണ്ടി മധ്യസ്ഥത അണക്കുന്നവരെ നിന്റെ തലമുറകൾക്ക് അത് പിന്നത്തേതിൽ ദൈവം അനുഗ്രഹമാക്കി മാറ്റാൻ പോകുക. ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, ഉണർവിന് വേണ്ടി നീ വില കൊടുക്കാൻ തയ്യാറായാൽ, ദൈവാത്മാ ചിലരോട് പറയുകയാണ്, നീ പൈസ ദൈവത്തിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ, സമയം ദൈവത്തിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ, ഈ ദൈവം നിന്നെ മാനിക്കാൻ ശക്തനായ ദൈവമാണ്. വെറും കൈയോട് അയക്കുന്നവനല്ല ഈ ദൈവം. അമർത്തി കുലുക്കി കവിയുന്ന അളവ് നിന്റെ മടിയിലോട്ട് ഇട്ടു തരാൻ പോകുകയാ. ഒരിക്കൽ പരിശുദ്ധാത്മാവ് എന്നോട് ഇപ്രകാരം പറഞ്ഞു, നിന്റെ നഷ്ടപ്പെട്ട സമയങ്ങളെല്ലാം ഞാൻ നിനക്ക് മടക്കി തരുമെന്ന്. ആമേൻ. ഞാൻ പറഞ്ഞപ്പോ വിശ്വസിച്ചില്ല. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അതിന്റെ ആഴം മനസ്സിലായി. എന്നോടൊപ്പം സഞ്ചരിച്ചവരെ കാട്ടിലും അവരുടെ അധ്വാനത്തെക്കാൾ കുറച്ച് അധ്വാനിച്ചപ്പോൾ, അവരുടെ സമയത്തെക്കാൾ കൂടുതൽ സമയങ്ങൾ ദൈവം എന്റെ ജീവിതത്തിൽ തന്നു. പരിശുദ്ധാത്മാവ് പറയുക, ദൈവത്തിന് വേണ്ടി നീ സമയം ചെലവാക്കിയാൽ, ദൈവരാജ്യത്തിന് വേണ്ടി നീ നിലനിന്നാൽ, അത് പിന്നത്തേതിൽ ദൈവം നിന്റെ മഹത്വത്തിലോട്ട് കൈകൊള്ളും. ജോഷുവ 2:4 പറയുന്നു, ആ സ്ത്രീ അവർ 2 പേരെയും കൂട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചിട്ട് അവർ എന്റെ അടുക്കൽ വന്നിരുന്നു, എങ്കിലും എവിടത്തുകാരെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല, നല്ല കള്ളം പറഞ്ഞു. എന്ന് വെച്ചാൽ അവരെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു. ഇവിടെ കാണുകയാണ്, സ്തോത്രം, ഈ മത്തായി സുവിശേഷം 13-ാം അധ്യായം 44-ാം വാക്യത്തിലോട്ട് വരാം. മത്തായി സുവിശേഷം 13-ാം അധ്യായം 44-ാം വാക്യം പറയുന്നു, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് സന്തോഷത്തോടെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ വയൽ വാങ്ങി. കാണുന്നു മത്തായി സുവിശേഷം 13:44 പറഞ്ഞു, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. ഇന്ന് പകൽക്കാലം, സ്തോത്രം, ഒളിപ്പിച്ചു വെച്ച നിധി ചിലതിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരാൻ പോകുന്നു. ആ സ്ത്രീ എന്നാ ചെയ്തെന്നറിയാമോ? ഇവരെ ഒളിപ്പിച്ചു വെച്ചെന്ന് പറഞ്ഞു. നമുക്കറിയാം
ഞാൻ ഒളിപ്പിച്ചു വെക്കുന്നത് നിസാരമല്ല, ഇത് എനിക്കും എന്റെ കുടുംബത്തിനും ഭാവിയിൽ ഒരു അനുഗ്രഹമാണ്. അവിടെ പറയുകയാണ്, തനിക്കുള്ളതെല്ലാം വിറ്റുകളഞ്ഞു ഇവരെ ഒളിപ്പിക്കാനായിട്ട്. തന്റെ രാജ്യത്തെയും തന്റെ നാടിനെയും തന്റെ പിതൃഭവനത്തെയും എല്ലാം വിട്ടിറങ്ങിയ പലരുമുണ്ടെന്ന് ദൈവാത്മാവ് പറയുക. നീ വിട്ടിറങ്ങിയെങ്കിൽ, ചിലതെല്ലാം ഉപേക്ഷിച്ചെങ്കിൽ ദൈവം അത് നമുക്ക് നന്മയാക്കി തീർക്കാൻ പോകുക. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ നിന്റെ പിതൃഭവനത്തെയും നിന്റെ ദേശക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന സ്ഥലത്തോട്ട് പോകാ. ഒന്നും കണ്ടിട്ടല്ല ഇറങ്ങിയത്, ഒന്നും കണ്ടിട്ടല്ല എന്റെ ജീവിതത്തിന്റെ ആരംഭം. ചിലതെല്ലാം ഉപേക്ഷിച്ചെങ്കിൽ പിന്നത്തേതിൽ എനിക്കത് നന്മയായി മാറാൻ പോകുകയാ. സ്തോത്രം. വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധി ഇന്ന് ഈ സൂം മീറ്റിംഗിൽ ദൈവാത്മാവ് ചിലരോട് പറയുക, നമ്മുടെ കയ്യിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഒരു നിധി ഉണ്ടെന്ന്. മറ്റാരും കണ്ടിട്ടില്ലാത്തത്, തനിക്ക് മാത്രം കാണാൻ കഴിയുന്നതായിരിക്കുന്ന ആത്മിക നിധികൾ ഇതിന്റെ അകത്ത് ദൈവം ചിലതിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുക. ബൈബിൾ പറയുന്നു, എബ്രായ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, വായിക്കുന്നില്ല. വിശ്വാസത്തിൽ മോശയുടെ ജനനത്തിങ്കിൽ ശിശു സുന്ദരനെന്ന് കണ്ടിട്ട് അമ്മയപ്പന്മാർ അവനെ ഒളിപ്പിച്ചു വെച്ചു. സ്തോത്രം. ഇന്ന് നീ ഒറ്റപ്പെട്ടിരിക്കാം, ഇന്ന് നീ ആരുമില്ലാത്ത മറ്റുള്ളവരുടെ പീഡനത്തിലായിരിക്കാം. പക്ഷേ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില ശിശുക്കൾ നാളെ ഒരു മഹത്വമായി വെളിപ്പെടാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് പറയുക, ഇന്ന് നീ ഒളിഞ്ഞു പ്രാർത്ഥിക്കുകയായിരിക്കാം, നീ ദൈവത്തിന് വേണ്ടി ഒളിഞ്ഞു കൊടുക്കുകയായിരിക്കാം. നാളെ അത് കാലഘട്ടത്തിന്റെ ഉണർവിന് വേണ്ടി ആയിത്തീരുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് എന്നോട് ശക്തമായി സംസാരിച്ചത് കൊണ്ടാണ് വളരെ സന്തോഷത്തോടെ ഞാൻ ആയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, എന്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കാൻ പോകുന്ന നന്മകൾ ഈ ദിവസങ്ങളിൽ ആത്മാവിൽ ഒളിച്ചു വെച്ചിരിക്കുക. ദൈവാത്മാവ് ചിലരോട് പറയുക, നാളെ നിനക്ക് വെളിപ്പെടാനുള്ള നന്മകൾ, നാളെ നിന്റെ ഭവനത്തിൽ വെളിപ്പെടാനുള്ള ഉയർച്ചകൾ ഇന്ന് നീ കാണുന്നില്ലെങ്കിലും ആത്മാവിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ട്രഷറുകൾ, ചില നിധികൾ ദൈവാത്മാവ് വെളിക്കൊണ്ടുവരാൻ പോകുക. ഇന്ന് ഒളിച്ചു വെക്കുന്നത് നാളെ മഹത്വം എന്ന് വെച്ചാൽ, മോശയെ ഒളിപ്പിച്ചു വെക്കുമ്പോൾ അമ്മയപ്പന്മാർ കരുതിയില്ല ജനലക്ഷങ്ങളെ നയിപ്പാനുള്ളൊരു അപ്പോസ്തലനാണ് അങ്ങനെ പെട്ടകത്തിന്റെ അകത്ത് കിടക്കുന്നതെന്ന്. രാഹാബിന് മനസ്സിലായില്ല, ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നാളെ എന്റെ കുടുംബത്തിന്റെ ഒരു ഉയർച്ചയും നന്മയുമാണെന്ന്. പരിശുദ്ധാത്മാവ് പറയുക, ഇന്ന് നീ ഒളിപ്പിച്ചു വെക്കുന്നതുണ്ടല്ലോ, വീണ്ടും വീണ്ടും ദൈവാത്മാവ് ആവർത്തിച്ചു പറയുന്നു, അത് നാളത്തേക്കുള്ള നിന്റെ ജീവിതത്തിൽ മഹത്വമാണെന്ന് തിരിച്ചറിയുക. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. നമുക്കെല്ലാവർക്കും രോഗത്തിന്റെ അവസ്ഥ വന്നേക്കാം, വെല്ലുവിളിയുടെ അവസ്ഥ വന്നേക്കാം, അനർത്ഥം വന്നേക്കാം. അപ്പോൾ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. നമ്മെ ഒളിപ്പിക്കുന്ന ഒരു കൂടാരമുണ്ട് കേട്ടോ. ഭരണത്തിന്റെ വെല്ലുവിളികൾ, സാമ്പത്തിക ക്രൈസസുകൾ ഇതെല്ലാം വരുമ്പോൾ അനർത്ഥ ദിവസത്തിൽ എന്നെ കൂടാരത്തിൽ ഒളിപ്പിക്കുന്ന, പിന്നത്തേതിൽ ശത്രുക്കളുടെ മീതെ എന്റെ തല ഉയർത്തുന്ന ദൈവത്തെ അല്ലയോ ഞാൻ സേവിക്കുന്നത്. അടുത്ത വാക്യം പറയുന്നത് എന്താണെന്ന് പറയുമ്പോൾ, ഇപ്പോഴുള്ള എന്റെ ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും. രാഹാബേ, സ്തോത്രം, നിന്റെ തല ഉയരാൻ സമയമായി. ആരോടൊക്കെ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. സ്തോത്രം, ഇന്ന് നീ ദൈവത്തിന് വേണ്ടി വില കൊടുത്തതിനാൽ, നീ ദൈവത്തിന് വേണ്ടി മോശയെ ഒളിപ്പിച്ചതിനാൽ നാളെ നിന്റെ തല ഉയരുന്നത് ആ ചുറ്റുവട്ടത്തിലെ 4 അയൽവക്കക്കാരല്ല, ലോകം മുഴുവൻ കാണാൻ പോകുകയാ. എല്ലാ കാലത്തും ഒളിപ്പിച്ചു വെക്കാൻ ഒക്കത്തില്ല. വാഗ്ദത്തത്തിന്റെ സമയമാകുമ്പോൾ നമ്മൾ വെളിയിൽ വരും. ഇന്ന് നീ ശുശ്രൂഷയിൽ ഒളിഞ്ഞിരിക്കാം, ഇന്ന് നിന്റെ ജോലിയിൽ ഒരു ഉയർച്ചയില്ലാതിരിക്കാം. പരിശുദ്ധാത്മാവ് പറഞ്ഞ സമയം വരുമ്പോൾ തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്താൻ പോകുകയാ. ഉടരാ ജഗല ഹതുര. പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവ പദ്ധതി ചില കുടുംബങ്ങളുടെ മേൽ ദൈവം വെളിപ്പെടുത്താൻ പോകുകയാ. ചില ആളുകൾക്ക് ദൈവത്തിന്റെ തക്ക സമയം അറിയാൻ പറ്റത്തില്ല, അവർ മുഷിയും. എന്തുകൊണ്ടാ എനിക്ക് മറുപടി കിട്ടാത്തതെന്ന്. ദൈവം ഒരിക്കലും സമയത്തിന് മുന്നേയും പ്രവർത്തിക്കാറില്ല, സമയം കഴിഞ്ഞും പ്രവർത്തിക്കാറില്ല. ക്ലോക്കിന്റെ സൂചി തക്ക സമയത്തോട്ട് വരുമ്പോൾ ഒരു ശബ്ദം കേൾക്കാം, കയറി വരിക. ദൈവത്തിന്റെ ആത്മ പറയുക, ചിലതിന്റെ ഒക്കെ സമയത്തിലേക്ക് അടുത്തു വരികയാണെന്ന് പരിശുദ്ധാത്മാവ് ചിലരോട് ദൂത് പറയുന്നു. ഈ രാഹാബ് എന്ന പേര് മാത്രം പറഞ്ഞാൽ പോരായിരുന്നോ? എന്തിനാണ് വേശ്യ എന്നുള്ളൊരു പേരും കൂടി ചേർത്തത്? സമൂഹത്തിൽ നല്ല പേരല്ല കേട്ടോ, അത് വളരെ മോശം പേരാ. പക്ഷെ ബൈബിൾ എഴുതി ചേർത്തു. എന്നിട്ട് പറഞ്ഞു,
അവള് വേശ്യയാണെങ്കിലും ഞാൻ അവളെ നീതീകരിക്കാൻ പോകുകയാ. ഓ, ഇന്ന് നിന്റെ പേര് മോശമായിരിക്കാം, പക്ഷെ ദൈവം നീതീകരിച്ചവനെ ആര് കുറ്റം ചുമത്തും? ഓ, നീതീകരിക്കുന്നവൻ ദൈവം കുറ്റം ചുമത്തുവന് ആർ? ഇന്ന് നിനക്ക് സമൂഹത്തിൽ വിലയില്ലെങ്കിലും ദൈവത്തിന്റെ ആത്മ പറയുക, ചിലതിനൊക്കെ സ്റ്റാറ്റസും ചിലതിനൊക്കെ സിറ്റുവേഷനും ഒക്കെ ദൈവം മാറ്റി നിന്നെ ഉയർത്തിലോട്ട് കൊണ്ടുവരാൻ പോകുക. ദൈവം മാനിക്കപ്പെട്ടതാ, ദൈവം ഉയർത്തിയ ഉയർന്നതാ. മനുഷ്യൻ ദൈവം ഉയർത്തിയതിന് ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ദൈവാത്മാ ചിലരോട് ചോദിക്കുക, ദൈവം നിനക്ക് അനുകൂലം നിന്നാൽ ദൈവവൈതലേ, ഒരു രാജ്യത്തെ മുഴുവനും തീർത്തിട്ട് നിന്റെയും നിന്റെ കുടുംബത്തെയും ദൈവം രക്ഷിക്കാൻ ശക്തനാ. ആ രാജ്യത്തെല്ലാം ദൈവക്രോധത്തിന് തീയിറങ്ങിയപ്പോൾ രാഹാബിന്റെ ഭവനത്തിൽ ഉണർവിന്റെ തീയിറങ്ങി. പരിശുദ്ധാത്മാവോട് ദൂത് പറയുന്നു, ചിലരൊക്കെ ഉണർവിന് വേണ്ടി തയ്യാറായിക്കോ, പുതിയൊരു അഭിഷേകത്തിന് വേണ്ടി തയ്യാറായിക്കോ. നിന്നെ ഒരു ചരിത്രമാക്കി മാറ്റാൻ പോവുക. യേശുവിന്റെ വ്യക്തിയോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ദൈവാത്മാവിന്റെ ചില ചലനങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. ഓ സ്തോത്രം! ഈ എന്തോ ചില പ്രവാസങ്ങളിൽ നിന്നും തന്റെ ജനത്തെ വിടുവിച്ച ദൈവം ചില മേഖലകൾക്കകത്ത് നിങ്ങൾക്ക് ദൈവിക വിടുതലുകളിലേക്ക് നയിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലോട്ട് നിങ്ങൾ കടന്നു വരാൻ പോകുന്നു. സ്തോത്രം! എന്തോ ചില സാമ്പത്തികപരമായിരിക്കുന്ന മേഖലകൾക്കകത്ത് ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് ചലിക്കാൻ പോകുന്നതായി ദൈവാത്മാവ് ഇടപെടുക. ഉടര വൈഡ ശന്തല റകൽക്കമന സന്തല രകനം. ഓ സ്തോത്രം! ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പുതിയ ചില ഡോറുകൾ ഓപ്പൺ ആകുന്നു. പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ഓ സ്തോത്രം ചില വാഗ്ദത്തങ്ങളെല്ലാം പീല് ചെയ്ത് നിങ്ങൾ ചില വാഗ്ദത്തങ്ങളിലോട്ട് എൻ്റർ ചെയ്യുന്നത് പോലുള്ള വെളിപ്പാടുകൾ ഞാൻ കാണുക. ചില അവിശ്വാസങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പറിച്ചു മാറ്റപ്പെടുന്നത് പോലെ ഓ സ്തോത്രം ചില വ്യക്തികളെ ദൈവം ചേർത്ത് നിങ്ങളെ പണിഞ്ഞെടുക്കുന്ന ഒരു കാഴ്ച പരിശുദ്ധമായി കാണിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുകയാണ് സ്തോത്രം, ഈ ഇരുട്ടായപ്പോൾ, ജോഷുവ 2:5 പറയുന്ന, ഇരുട്ടായപ്പോൾ പട്ടണവാതിൽ അടയ്ക്കുന്ന സമയത്ത് അവർ പുറപ്പെട്ടു പോയി. എവിടേക്ക് പോയി എന്ന് ഞാൻ അറിയുന്നില്ല, വേഗത്തിൽ അവരുടെ പിന്നാലെ ചെല്ലുവീൻ, എന്നാൽ അവരെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. സ്തോത്രം! ആത്മീകൻ എല്ലാറ്റെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ലെന്ന് കേട്ടിട്ടുണ്ടോ? തന്റെ വീട്ടിന്റെ മുറ്റത്ത് നിൽക്കുന്ന രാജാവിന്റെ പടയാളികളെ ഈ രാഹാബ് വിവേചിച്ചു, എന്നിട്ട് അവരുടെ വഴി തെറ്റിച്ചു. നമ്മുടെ വഴി ആരും തെറ്റിക്കത്തില്ല കേട്ടോ. നാം എല്ലാവരും വിവേചിക്കുന്നവരാ. നമ്മുടെ ആത്മീകനെ ആർക്കും വിവേചിക്കാൻ ഒക്കത്തില്ലെന്ന്. സൂത്രത്തിൽ നിന്നെ വഴിതെറ്റിച്ച് കളയുവാൻ തന്ത്രം ഉപയോഗിച്ച് വരുന്നവരുടെ റൂട്ട് മാറ്റിവിടുന്ന ദൈവപ്രവൃത്തി. ഓ, മനസ്സിലായില്ലല്ലേ? എഫേസ്യ ലേഖനം 4-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകരുത്. അമേൻ. തന്ത്രത്തിൽ നിന്നെ കുടുക്കിക്കളയുവാൻ, നിന്റെ തലമുറകളെ കുടുക്കിക്കളയുവാൻ വീടിന്റെ വാതിൽക്കൽ നിൽക്കുന്ന ചിലതിനെയൊക്കെ ദൈവം റൂട്ട് മാറ്റിവിടാൻ പോകുന്നു. ഇവളെ ചുറ്റിക്കാനാ ഇവര് വന്നത്, പക്ഷെ ഇവരെ ചുറ്റിച്ചു. ഓ, ഇന്ന് പകൽ ദൈവാത്മാ പറയുക, നാം ചുറ്റത്തില്ല, നമ്മെ ചുറ്റിക്കുന്നവരെ ദൈവം ചുറ്റിക്കാൻ പോകുക. ആരോടൊക്കെ പരിശുദ്ധന്മാർ ദൂത് പറയുന്നു, നിന്നെ തന്ത്രത്തിൽ പൂട്ടിക്കളയുവാൻ വെളിയിൽ വന്ന് പതിയിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ ഓ ചുറ്റിക്കുന്ന ഒരു ദൈവിക വെളിപ്പാടുകൾ ദൈവം തന്റെ ജനത്തിന്റെ മേൽ പകരുകയാ. എനിക്കറിയാവുന്ന ഒരു ദൈവദാസനുണ്ട്, അദ്ദേഹത്തിനൊരു മകനുണ്ട്. അവൻ സ്തോത്രം ഒരിക്കൽ റോഡിൽ അവന്റെ കൂട്ടുകാരോടൊപ്പം ചുമ്മാ പോയി ഇരിക്കാൻ പോയതാ. ചുമ്മാ പോയി ഇരുന്നത് 10-18 വയസ്സുള്ളൊരു പയ്യനാ. പെട്ടെന്ന് പോലീസ് വന്നു, ഇവരൊക്കെ പിടിച്ചു. കേട്ടോണം കേട്ടോ, കൂടെയുള്ള കൂട്ടുകാരുടെ പോക്കറ്റിൽ കഞ്ചാവ് ഉണ്ടായിരുന്നു. ഇത് ഇവനറിഞ്ഞില്ല. കഞ്ചാവ് കേസിൽ എല്ലാത്തെയും പിടിച്ച് പോലീസ് ലോക്കപ്പിൽ അടച്ചു. ആ പാവ മനുഷ്യൻ, സുവിശേഷം കൊണ്ട് നടക്കുന്ന മനുഷ്യൻ കുടുങ്ങിപ്പോയി. സ്തോത്രം! അവന് വെളിയിലിറക്കാൻ ഇതൊന്നും പറഞ്ഞാൽ പോലീസ് കേൾക്കത്തില്ലല്ലോ. കഞ്ചാവ് കേസിലെ പ്രതി എന്ന് പത്രത്തിൽ അച്ചടിച്ചു വന്നു. ഓർത്തോണം, മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തലമുറകളെ തെറ്റിച്ചു കളയുന്ന ശക്തികളെ ഓ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുക, അവന്റെ റൂട്ട് മാറ്റി വിടുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. അവളുടെ അടുക്കൽ വന്നപ്പോ അവള് പറയാണ്, ഇവരെ ഒളിപ്പിച്ചു വെച്ച കാര്യം പറഞ്ഞു.
അവരിവിടുന്ന് പോയി കേട്ടോ. പെട്ടെന്ന് പോയാൽ അവരെ പിടിക്കാം. എടാ, എന്നെ കളിപ്പിക്കാൻ നിങ്ങൾ നോക്കണ്ട, കാരണം ദൈവിക ജ്ഞാനം എന്നിൽ വെളിപ്പെട്ട് കിടക്കുക. വരാൻ പോകുന്ന നന്മകളും വരാൻ പോകുന്ന ഉയർച്ചകളും എനിക്കറിയാം. ഞാൻ ഓരോ കാറ്റുകൾ അയഞ്ഞുയരുന്ന ശിശുവല്ല, മറിച്ച് എന്റെ വാക്തത്വവും എന്റെ ദർശനവും എന്ന് പ്രാപിക്കുമെന്നുള്ള വളരെ ഉറപ്പെനിക്ക് വചനത്തിൽ ഉണ്ടെന്നുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യോശുവ 2-ാം അധ്യായം 6-ാം വാക്യത്തിലോട്ട് വരുമ്പോൾ ഇവിടെ കാണുന്നു, എന്നാൽ അവൾ അവരെ വീടിന്റെ മുകളിൽ കൊണ്ടുപോയി അവിടെ അടുക്കി വെച്ചിരിക്കുന്ന ചണത്തണ്ടുകളുടെ ഇടയിൽ ഒളിപ്പിച്ചു വെച്ചു. എനിക്ക് ഒരു പാസ്റ്റർ അറിയാം. അദ്ദേഹം സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. ദൈവത്തിനുവേണ്ടി ഒരുപാട് കഷ്ടത അനുഭവിച്ച ഒരു ദൈവദാസന. അദ്ദേഹം ഒരിക്കൽ ഒരു സ്ഥലത്ത് ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ സുവിശേഷ വിരോധികൾ ആരാധന മുടക്കാനായി വരികയും ചർച്ച് ഹാളിനെതിരെ കല്ലെടുത്തെറിയുകയും ചെയ്തു. ആരാധിച്ചിരുന്ന എല്ലാവരും പേടിച്ച് എന്നാ സംഭവിക്കുമെന്നറിയാതെ അതിന്റെ അകത്ത് ഒളിച്ചിരുന്നു. ചർച്ചിന്റെ ഗ്ലാസുകളൊക്കെ വർഷങ്ങൾക്ക് മുൻപാണ് അവർ എറിഞ്ഞ് തകർത്തു. എന്നാൽ അന്ന് രാത്രി അവരെല്ലാം മുക്കുവരായിരുന്നു, മീൻ പിടിക്കാൻ പോകുന്നവരായിരുന്നു. അന്ന് എല്ലാവരും മീൻ പിടിക്കാൻ വേണ്ടി കടലിൽ പോയി. അവരാരും മടങ്ങി വന്നില്ല. പോയ പോക്ക അതിലൊരാൾ മാത്രം മടങ്ങി വന്നു. ആ കൂട്ടത്തിൽ പ്രശ്നം ഉണ്ടാക്കിയിരുന്നതിലൊരു വ്യക്തിയുണ്ട്. അദ്ദേഹമാണ് പിന്നത്തേത് ചർച്ചിന്റെ അകത്ത് ഡ്രമ്മൊക്കെ അടിക്കുന്ന ആരാധിക്കുന്ന ഒരു വ്യക്തിയായി ദൈവം അദ്ദേഹത്തെ മാറ്റി. എന്ന് വെച്ചാൽ സ്തോത്രം, അകത്തളങ്ങളിൽ വെല്ലുവിളികൾ ഉയരുമ്പോൾ നമ്മൾ പേടിക്കരുത് കേട്ടോ. അതെല്ലാം നമുക്ക് നന്മയെ മാറാൻ പോകുക. പിന്നത്തേതിൽ ആ ചർച്ച് എസ്റ്റാബ്ലിഷ് ആയി, അനേക ആളുകൾ അവിടെ കടന്നു വന്നു. വെച്ചാൽ ചണത്തണ്ടുകളുടെ ഇടയിൽ നീ ഒളിഞ്ഞിരിക്കേണ്ട കുറച്ച് കാലങ്ങൾ ഉണ്ടായാലും നാളെ പരിശുദ്ധാത്മ പറയുക, നിന്നെ വെളിയിൽ കൊണ്ടുവന്നിട്ട് മഹത്വത്തിലോട്ട് അവൻ നിന്നെ കൈകൊള്ളുന്ന സമയം മുന്നിലുണ്ടെന്ന് മറക്കണ്ട. പരിശുദ്ധാത്മാവ് പറയുകയാണ്, സ്തോത്രം, എന്തോ ചില ശുശ്രൂഷകന്മാർ ദൈവവേലയോട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത് എഴുന്നേൽക്കുന്ന ഒരു കാഴ്ച, ആത്മമണ്ഡലം റിലീസാകുന്ന ഒരു വെളിപ്പാട് ഞാൻ കാണുന്നു. ശത്രുവിന്റെ പാളയത്തിന്റെ അകത്ത് ദൈവം അങ്ങനെ എന്നോട് പറയാൻ പറയുന്നു, ശത്രുവിന്റെ പാളയത്തിന്റെ അകത്ത് കൺഫ്യൂഷൻ ഇടുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിന് അടുത്ത ലെവലിലോട്ട് ഉയരേണ്ടതിന് ചില മണ്ഡലങ്ങളെ കൺഫ്യൂഷനിലോട്ട് നയിച്ച് നിങ്ങളെ വെളിയിൽ കൊണ്ടുവരുമെന്ന് പരിശുദ്ധാത്മാവ് പറയുക. സ്തോത്രം. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ പരിശുദ്ധന്മാ വചനത്തിൽ കൂടെ എനിക്കൊരു വെളിപ്പാട് വന്നു കേട്ടോ. അത് വായിക്കണം എന്നുണ്ടെങ്കിൽ പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 30-ാം വാക്യത്തിലോട്ട് പോകാം. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 30-ാം വാക്യം. എന്നാൽ നീയും നിന്റെ ഭൃത്യന്മാരും യഹോവയായ ദൈവത്തെ ഭയപ്പെടുകയില്ല എന്ന് ഞാൻ അറിയുന്നെന്ന് പറഞ്ഞു. അടുത്ത വാക്യം, അങ്ങനെ ചണവും യവവും നശിച്ചുപോയി, യവം കതിരായും ചണം പൂത്തുവരുന്നു. കാണുകയാണ്. എന്നെ വളരെയധികം ചിന്തിച്ചൊരു കാര്യം, ഇത് ഫറവോനോട് പറയുന്ന ഒരു പരമാണ്. ഫറവോനോട് മോശ പറയുകയാണ്, നീ ദൈവത്തെ ഭയപ്പെടത്തില്ല, അതുകൊണ്ട് അവിടെ ചണവും യവവും നശിച്ചുപോയി. ഈ കതിരായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വിളവെടുക്കേണ്ട സമയമാണെന്നാ പറയുന്നത്. കതിരെന്ന് പറഞ്ഞാൽ രണ്ട് പൂത്തു നിൽക്കുന്ന, അടുത്ത പൂത്ത് ഇരുന്നെന്ന് പറഞ്ഞാൽ അത് പുഷ്പിക്കുന്ന, അത് വളർച്ചയുടെ ഘട്ടമാണ്. ഈ വിളവെടുപ്പിന്റെ വളർച്ചയുടെ ഘട്ടം നശിച്ചു പോകുന്നതിനെ കാണിക്കുകയാണ്. ഫറവോന്റെ ചണവും യവവും എല്ലാം നശിച്ചു പോയപ്പോൾ ദൈവക്രോധത്തിൽ രാഹാബ് എന്ന വേശ്യയുടെ ചണത്തണ്ടുകൾ നശിച്ചു പോകാൻ അനുവദിച്ചില്ല. മനസ്സിലായവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് നിങ്ങൾ മുമ്പ് കേട്ട് കാണത്തില്ല, കാരണം പരിശുദ്ധന്മാർ എന്നോട് പറഞ്ഞതാ. ഫറവോന്റെ രാജാവിന്റെ ചണവും യവവും ഒക്കെ നശിച്ചു പോയപ്പോൾ രാജാവിന്റെ ഭവനത്തിന്റെ അകത്തെ ചണത്തണ്ടുകൾ അഭിഷിക്തന്മാർക്കൊരു കാവലായി മാറി. പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ സാമ്പത്തിക നന്മകൾ, നിന്റെ ഭവനത്തിന്റെ ഉയർച്ചകൾ എല്ലാം ദൈവവേലക്ക് പ്രയോജനമായി തീരട്ടെ. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടത് വളരാതെ നശിച്ചു പോകാൻ ഇടയായി തീരും. അതുകൊണ്ട് പറയണ, കർത്താവേ, എനിക്ക് തന്നിരിക്കുന്ന നന്മകൾ നിന്റെ മഹത്വത്തിനായി തീരട്ടെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ചണം കൊണ്ട് എന്നാ ഉണ്ടാക്കുന്നറിയാമോ? നല്ല ലിനൻ ക്ലോത്തുകൾ കണ്ടുപിടിക്കപ്പെട്ടത് ചണത്തിൽ നിന്നാ. അന്നത്തെ കാലത്ത് ചണത്തിന് ഭയങ്കര വിലയാ. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമോ, ഒരു ലിനന്റെ ഒരു നല്ല ഷർട്ട് വാങ്ങിക്കണമെങ്കിൽ നല്ല കാശാ. പോട്ടെ, ഒരു നല്ല സാരിക്ക്, ലിനന്റെ സാരിക്ക് മിനിമം 15,000 രൂപ വിലയാ ഇന്ന്. ഓർത്തോണം കേട്ടോ. ഈ രാഘാബിന്റെ വേശ്യ തന്റെ ഏറ്റവും വിലയേറിയ ചണത്തണ്ടുകളുടെ ഇടയിൽ അതിന്റെ വില നോക്കാതെ
മനസ്സിലായില്ല. അതിന്റെ വില നോക്കാതെ അത് ദൈവരാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചെങ്കിൽ പരിശുദ്ധന്മാർ പറയുക, ഈ സ്തോത്രം ചില വിലയേറിയതും മൂല്യമുള്ളതെല്ലാം നീ ദൈവസന്നിധി കൊടുക്കാൻ തയ്യാറായാൽ, സ്തോത്രം, അത് നിന്റെ കുടുംബത്തിന്റെ ഉണർവിനും നിന്റെ തലമുറകളുടെ ഉയർച്ചയ്ക്കും ഒരു കാരണമായി മാറും. സ്തോത്രം. ഒരിക്കൽ യേശുവിന്റെ കാൽക്കൽ പരിമള തൈലം ഒഴിക്കാൻ വേണ്ടി വന്ന സമയത്ത് ഇത് 300-ലധികം ചില്ലുവാനം സ്തോത്രം കാശിന് ദരിദ്രർക്ക് കൊടുത്തുകൂടെ എന്ന് യൂദാ ചോദിച്ചു, അല്ലേ? എന്ന് വെച്ചാൽ വിലയേറിയത് അവന്റെ കാൽക്കൽ ഒഴിക്കണം. എന്റെ വിലയേറിയ സമയങ്ങൾ, എന്റെ വിലയേറിയ വസ്തുക്കൾ ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുമ്പോൾ അതിനെ ഇരട്ടിപ്പിച്ച് തരുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുക. യേശു എന്ന സ്ത്രീയോട് പറഞ്ഞൊരു പദമുണ്ട്, എന്താണെന്നറിയാമോ? സ്തോത്രം, നീ അവളെ കുറ്റം വിധിക്കണ്ട. കർത്താവിന്റെ ഈ ലോകത്തിന്റെ അവസാനം വരെ അവളെന്റെ കാൽക്കൽ പരിമള തൈലം ഒഴിച്ചത് സുവിശേഷം പ്രസംഗിക്കുന്നിടത്തൊക്കെയും അത് പ്രസംഗിക്കപ്പെടും. കാര്യം എന്തെന്നറിയാമോ? കർത്താവിന്റെ മുന്നിൽ നിന്റെ വിലയുള്ളതെല്ലാം നീ സമർപ്പിക്കട്ടെ. നിന്റെ തലമുറകളെ സമർപ്പിക്കട്ടെ, നിന്റെ ഭവനത്തെ സമർപ്പിക്കട്ടെ. പിന്നത്തേതിൽ ദൈവത്തിന്റെ ആത്മാവ് അതിനെ ഉണ്ടല്ലോ മഹത്വമാക്കി നിന്റെ കയ്യിലേക്ക് തിരികെ തരാൻ പോകുക. ഹന്ന തനിക്ക് മകനില്ലാതിരുന്നപ്പോൾ ജനിക്കാൻ പോകുന്ന മകനെ, നമുക്ക് 10 ഉണ്ടെങ്കിൽ 1 കൊടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല കേട്ടോ. പക്ഷെ ജനിക്കാൻ പോകുന്ന മകനെ ഞാൻ ദേവാലയത്തിൽ നിവേദിക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ അതിനെ കൊടുത്തപ്പോൾ വീണ്ടും 3 മക്കളെ ദൈവം വേറെ കൊടുത്തു. കൂടാതെ കൊടുത്തതിനെ കാലഘട്ടത്തിന്റെ പ്രവാചകനാക്കി മാറ്റി. ശമൂവേൽ പ്രവാചകൻ. ദൈവാത്മാവ് ആരോടൊക്കെയോ സൈലന്റായി സംസാരിക്കുന്നു. സ്തോത്രം, നീ കൊടുക്കുന്നതൊന്നും വെറുതെ അല്ല. നിന്റെ സമയം ഈ രാവിലെ എഴുന്നേറ്റ് ഈ മീറ്റിംഗിന് വന്നിരിക്കുമ്പോൾ വേസ്റ്റായെന്ന് കരുതണ്ട കേട്ടോ. ഇല്ല, നീ ഇന്നത്തെ ദിവസം മുഴുവനും നിന്റെ ജോലി ചെലവഴിക്കുന്നതിനേക്കാൾ മൂല്യമുള്ളതായി സമയങ്ങൾ മാറാൻ പോകുക. വെളിപ്പാട് 19-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഒരു വാക്യമുണ്ട്, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തിയാ. എന്ന് വെച്ചാൽ നീ ചെയ്യുന്ന നീതിപ്രവൃത്തികൾ, മനസ്സിലായില്ലല്ലേ? നീ ചെയ്യുന്ന നീതിപ്രവൃത്തികൾ, സ്തോത്രം, അത് വസ്ത്രമായി, ലിനൻ വസ്ത്രമായി, അത് നിന്റെ ശരീരങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ മഹത്വമാക്കി മാറ്റാൻ പോകുകയാ. പരിശുദ്ധന്മാർ ആഴത്തിൽ ചിലതിനോട് സംസാരിക്കുന്നു. നീ ചെയ്യുന്ന നീതിപ്രവൃത്തികൾ ലോകം കണ്ടില്ലെങ്കിലും നിന്നെ മാനിക്കുമ്പോൾ അത് ലോകം കണ്ടോളും കേട്ടോ. ഈ ദിവസങ്ങളിൽ രാഹാബിനെ വെളിക്കൊണ്ടുവരുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാ. ജോഷുവയുടെ പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു, എന്നാൽ അവർ കിടപ്പാൻ പോകുന്നതിന് മുന്നമേ അവർക്ക് മുകളിൽ അവരുടെ അടുക്കൽ ചെന്ന് അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നാന്നറിയാമോ? യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങളെക്കുറിച്ചുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു. ഈ ദേശത്തിലെ നിവാസികൾ എല്ലാവരും നിങ്ങളുടെ നിമിത്തം ഉരുകിപ്പോകുന്നു എന്ന് ഞാൻ അറിയുന്നെന്ന് രാഹാബ് ഇവരോട് പറഞ്ഞു. ഇവിടെ പറയുകയാണ്, സ്തോത്രം, ഈ ദേശം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഓൾറെഡി കിട്ടിയിട്ടില്ല, പക്ഷെ ഇവക്കറിയാൻ കിട്ടുമെന്ന്. ആരോടൊക്കെ ദൈവാത്മാ പറയുക, ഇന്ന് നിനക്ക് കിട്ടിയിട്ടില്ലെങ്കിലും നീ മനസ്സിലാക്കണം, നിന്റെ കയ്യിൽ ഇത് വരാൻ പോവുകയാണെന്ന്. ഉടരാ വൈഡമന ശന്തല രഹനം. ആരോടൊക്കെ ദൈവാത്മാ പറയുന്നു, ചില വാഗ്ദത്തങ്ങളെല്ലാം കൈ കിട്ടാത്തത് കൊണ്ട് നീ അവിശ്വാസം പറയേണ്ട കേട്ടോ. അവള് പറയുകയാണ് ഇവരോട്, ഈ ദേശമുണ്ടല്ലോ, അത് ഇന്ന് നിന്റെ കയ്യിലില്ലെങ്കിലും നാളെ നിന്റെ കയ്യിൽ വരുമെന്ന് നമുക്കറിയാമെന്ന്. പരിശുദ്ധന്മാർ സംസാരിക്കുക, നാളെ നിന്റെ കയ്യിൽ ചില നന്മകൾ വരാൻ പോകുക. നാളത്തെ ഉണർവ് നിന്റെ കയ്യിലാ, നാളത്തെ സാമ്പത്തികം നിന്റെ കയ്യിലാ, പരിശുദ്ധന്മാവ് നിന്റെ കയ്യിലേൽപ്പിക്കാൻ പോകുക. രാത്രി ഇവൾ അവർക്ക് ക്ലാസ് എടുക്കുക. സത്യത്തിൽ ഇവരിലല്ലേ ഉണർവ്, ഇവരിലല്ലേ അഭിഷേകം. പക്ഷെ അവള് പറയുകയാണ്, ആത്മാവിൽ പറയുന്നു. എന്നാന്നറിയാമോ? വാഗ്ദത്തം കൈ വരാൻ പോകുകയാ. പരിശുദ്ധാത്മാവിൽ ഞാൻ ആത്മാവിൽ ചിലരോട് ദൂത് പറയുക, വാഗ്ദത്തം നിന്റെ കൈ വരാൻ സമയമായി. ഇന്ന് നീ അത് കാണുന്നില്ലെങ്കിലും നാളെ ലോകത്തിന്റെ മുന്നിൽ ദൈവം അത് കാണിക്കാൻ പോകുന്നു. ഈ ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകന്മാർ, ലോകം കണ്ട ഏറ്റവും വലിയ അപ്പോസ്തലന്മാർ, വലിയ സമ്പന്നന്മാരെല്ലാം ഇതിന്റെ അകത്തുനിന്ന് എഴുന്നേക്കുമെന്നുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. സ്തോത്രം. പരിശുദ്ധന്മാർ പറയുക, ഏറ്റവും വലുത് ദൈവത്തിന് പ്രതീക്ഷയോടും കേട്ടോ. ഇന്ന് നീ ഒളിച്ചിരിക്കുകയാണെങ്കിലും
ആമേൻ. ഇന്ന് നീ ചണത്തണ്ടുകളുടെ അടിയിൽ ഒളിച്ചിരിക്കുകയാണെങ്കിലും നാളെ ദേശം മുഴുവൻ നിന്റെ പേരിലാകാൻ പോകുക. പരിശുദ്ധന്മാർ ചിലർ ദൂത് പറയുന്നു, ഇന്നത്തെ അവിശ്വാസമെല്ലാം നീ മാറ്റിക്കോണം കേട്ടോ. ദൈവത്തിന്റെ ആത്മാവ് ലോകം കണ്ട പ്രവാചകന്മാരും ലോകം കണ്ട ശക്തമായ അപ്പോസ്തലനും ഒക്കെയും ഇതിന്റെ മധ്യേ നിന്ന് എഴുന്നേക്കുന്ന വെളിപ്പാട് ഞാൻ കാണുക. ഒരു കാര്യം ഞാൻ പറയട്ടെ, നിനക്ക് നീ ആരാണെന്ന് അറിയത്തില്ലെങ്കിലും സാത്താന് വളരെ വ്യക്തമായിട്ട് അറിയാം സ്തോത്രം നീ എവിടെ എത്തുമെന്നുള്ളത്. അതാണ് ഇത്ര പോരാട്ടം. മനസ്സിലായില്ലല്ലേ? നിനക്ക് വലിയ വിശ്വാസമില്ലാതെ ചണത്തണ്ടുകളുടെ ഇടയിൽ നീ കിടന്നാലും സാത്താന്റെ മണ്ഡലങ്ങൾക്കറിയാം നീ വെളിയിൽ വരേണ്ടവനാ. പരിശുദ്ധമോ ചിലരോട് ദൂത് പറയുന്നു, നിന്നെ വെളിയിൽ കൊണ്ടുവരുവാൻ ദൈവം പദ്ധതി ഇട്ടിരിക്കാൻ. വെല്ലുവിളി വർദ്ധിക്കുമ്പോൾ തകർന്നു പോകണ്ട. സ്തോത്ര പ്രതിസന്ധി വർദ്ധിക്കുമ്പോൾ തകർന്നു പോകണ്ട. കാര്യം എന്തെന്നറിയാമോ? മറ്റുള്ളവർക്കില്ലാത്തൊരു വിളി നിന്റെ മുകളിലുണ്ടെന്ന്. നിന്റെ ഇന്നത്തെ അവസ്ഥ കണ്ടിട്ടല്ല സാത്താൻ നിന്നോട് പോരാടുന്നത്, നാളെ നീ എന്താകുമെന്ന് കണ്ടിട്ടാ. ദൈവാത്മാ പറയുക, നാളത്തെ നിന്റെ വാക്തത്വം കണ്ടിട്ട് ഇന്ന് നിനക്ക് സമാധാനം തരാതെ നിന്റെ പുറകിൽ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകരുന്ന സമയം വരാൻ പോകുന്നു. And that is why he is doing all this to you. This is why he is blocking your way and he is putting all challenges on you. And you are going to come out of all of it. You are not going to be put down because of the challenge, but you are going to come out because you need to shine. You need to come out and be good for the Lord. സ്തോത്രം. ഇതിന്റെ ബാക്കി ഞാൻ അടുത്ത ആഴ്ച പ്രസംഗിക്കും. സ്തോത്ര. കാരണം തീരത്തില്ല. ഇവിടെ പറയുകയാണ്, അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു വാക്യമുണ്ട്, സർവ്വസഭയ്ക്കും ഇത് കേട്ടവർക്കെല്ലാം മഹാഭയം ഉണ്ടായി. എന്താണെന്നറിയാമോ? അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ അടയാളങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ രാഹാബിന്റെ വേഷ പറയുക, നിങ്ങളെക്കുറിച്ച് കേൾക്കുന്നവരെല്ലാം ഉരുകിപ്പോകുന്നു. അങ്ങനെയാണെങ്കിൽ നിന്റെ ആരാധന കാണുന്നവൻ, നിന്റെ ദൈവത്തെ സ്തുതിക്കുന്നത് കാണുന്നവൻ, നിന്റെ വാക്തത്വം കാണുന്നവനെല്ലാം ഉരുകണം കേട്ടോ. കാര്യം എന്തെന്നറിയാമോ? ആകാശത്തെ ഭൂമി സൃഷ്ടിച്ചവൻ എന്റെ കൂടെയുണ്ട്. ദൈവ സാന്നിധ്യം എന്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ പോകുന്നിടങ്ങളെല്ലാം ലോകം എന്നെ ഭയപ്പെടാൻ പോകുക. പരിശുദ്ധന്മാവ് ചില കുടുംബങ്ങളെ നോക്കി പ്രവചിച്ചുകൊണ്ട് പറയുകയാണ്, സ്തോത്ര, ഈ ദിവസങ്ങളിൽ നിങ്ങളെ കുറിച്ചുള്ള ഭയം നിങ്ങളുടെ ദേശത്ത് വളരുന്നത് പോലെ ദൈവാത്മാവ് ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുക. സ്തോത്രം. ചില ദൈവിക ദിവസങ്ങളിൽ ചില നിയമമാറ്റങ്ങൾ നിങ്ങൾ കേൾക്കാൻ പോകുക. രാജ്യങ്ങളോട് ബന്ധപ്പെട്ടിട്ട് ദൈവം ചില ഭരണമാറ്റങ്ങളെല്ലാം നിങ്ങൾ വാർത്തയായി കേൾക്കാൻ പോകുന്നു. പരിശുദ്ധന്മാവ് ദിവസങ്ങളിൽ ഭയം വരുന്നത് പോലെ, തന്റെ ജനത്തെ കുറിച്ചുള്ള ഭയം ദേശത്ത് വെളിപ്പെടുന്നത് പോലെ ദൈവത്തിന്റെ പ്രവൃത്തികൾ കാണാൻ പോകുക. ദൈവാത്മാ പറയുന്നു, രാഹാബ് എന്ന വ്യക്തി നശിക്കാനല്ല വിളിച്ചത്, അവൾ അവിടെ വലിയൊരു ഹീറോ ആകാൻ പോകുക. പരിശുദ്ധമായ ചിലവ് നോക്കി ദൂത് പറയുന്നു, നീ ഒരു ഹീറോ ആകുന്നത് പോലെ ദൈവനാമത്തിൽ ദൈവം നിന്നെ തല ഉയർത്താൻ പോകുക. നിന്നെ രോഗിയാക്കി കിടത്തുമെന്നാണ് ശത്രുവിന്റെ പദ്ധതിയെങ്കിൽ അവന്റെ അടിപ്പിടരുകാലം നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ ചെയ്യാൻ പോകുക. ഈ ദിവസങ്ങളിൽ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ദൈവാത്മാ പറയാണ്, ഈ ദിവസങ്ങളിൽ അനേക യുവാക്കളുടെ മുകളിൽ ഞാൻ എന്റെ ആത്മാവിനെ പകരും. ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു പകർച്ച, ഒരു ഉണർവ് ദിവസങ്ങൾ നിങ്ങൾ കേൾക്കാൻ പോകുക. സ്തോത്രം. നമ്മുടെ കേരളത്തിൽ ദൈവത്തിന്റെ ഉണർവിന്റെ ശബ്ദം, പരിശുദ്ധന്മാർ ഒരു ചെറിയ പുതിയൊരു സഭ ഉണ്ടാകുന്നത് പോലെ നൂറുകണക്കിന് പേർ കൂടി വരുന്ന ഒരു സഭ ഉണ്ടായി വരുന്ന ഒരു കാഴ്ച പരിശുദ്ധന്മാവിനെ കാണിക്കുക. പരിശുദ്ധന്മാവ് ഇപ്രകാരം പറയുന്നു, ചില സഭകളിൽ ഉണർവിന്റെ തീ കെട്ടുപോയതിനാൽ ഞാൻ ചിലതിന്റെ മുകളിൽ തീയുടെ അഭിഷേകം പകർന്നിട്ട് പുതിയ ചില മണ്ഡലങ്ങൾ വെളിപ്പെടുന്ന സഭകളെ ഞാൻ കേരളത്തിന്റെ മണ്ണിൽ എഴുന്നേൽപ്പിക്കാൻ ദൈവാത്മാവിന് പദ്ധതിയുണ്ട്. ദൈവം ഇനി വരുന്ന ഉണർവുകൾ നിന്നു പോകത്തില്ല. അതിങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്ന ഉണർവുകളായിരിക്കും. എന്ന് വെച്ചാൽ പെട്ടെന്ന് കുറയുന്നതായിരിക്കത്തില്ല. അത് ബാലൻസ് ചെയ്ത് പോകുന്ന ഒരു കാഴ്ച ദൈവാത്മാവിനെ കാണിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇവിടെ ഇരിക്കുന്ന സ്തോത്ര ഫിനാൻഷ്യൽ മേഖലകൾ, ജീവിതത്തിലെ വെല്ലുവിളികൾ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാൻ പോകും. നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവേ, ഈ ജനതയുടെ കരങ്ങളിലേക്ക് തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ആത്മാവ് ഈ മീറ്റിംഗിന്റെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ നിറവിനെ അയക്കണമെന്ന് അധികമായി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ മധ്യയുള്ള ആത്മമണ്ഡലം കുറഞ്ഞു പോകരുത്, വെളിപ്പാടുകൾ കുറഞ്ഞു പോകരുത്, പ്രവചനങ്ങൾ കുറഞ്ഞു പോകരുത്. വലിയ പ്രവചന മണ്ഡലങ്ങൾ, വലിയ അപ്പോസ്തലിക മണ്ഡലങ്ങൾ യേശുവിൻ നാമത്തിൽ റിലീസായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവരുടെ ശരീരത്തിൽ സൗഖ്യത്തിന്റെ ആത്മാവിന്റെ മണ്ഡലം വെളിപ്പെട്ടു വരട്ടെ. യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. കർത്താവേ, ജോലിയില്ലാത്തവരും കർത്താവേ തലമുറയില്ലാത്തവർക്കും യേശുവിൻ നാമത്തിൽ ചില വിടുതലുകൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യുക.